എന്തിനാ നാത്തുവിനെ കരയുന്നത്? അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്. നാത്തുവിന്റെ കഷ്ടപ്പാടൊക്കെ മാറത്തില്ലേ? ഞാൻ ഹംസയുടെ കടയുടെ അവിടെ എത്തിയപ്പോൾ ലോട്ടറിക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, 1ാം സമ്മാനം ഇവിടെ അടിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്ത ടിക്കറ്റ് ആർക്കാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഉള്ളില് ഇത് അറിഞ്ഞപ്പോ തന്നെ ഇവിടെ ഒരാൾ തലയിറങ്ങിയൊക്കെ വീണ്. അയ്യോ, എവളെന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഒന്ന് തല പറ്റി, പിന്നെ പറ്റില്ലല്ലോ. എന്തായാലും കർത്താവ് നമ്മളെ പ്രാർത്ഥന കേട്ട്. ഇനിയിപ്പോ ഞാൻ 4 അല്ലടി 40 വട്ടം വേണമെങ്കിലും മലയാറ്റൂർ കുരിശും കൊണ്ട് കയറും. കുരിശാല നിന്നെ കൂടെ തോളിൽ എടുത്തിട്ട് കയറുന്നില്ല. അയ്യോ, വിളിക്കാം, കൊച്ചിനൊക്കെ വിളിക്കാം. ഇതാണ് കർത്താവ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന അസൗഭാഗ്യം. ഇല്ലല്ല, ഇതിപ്പോ തന്നെ ഒരുമാതിരി കുതിർന്നിരിക്കുക. അമ്മാവാ ഇരിക്കട്ടെ. ഇത് എത്രയും ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് വിശ്വാസം വരില്ല. ജമന്തി ഗബ്ബനെ വിളിച്ചു പറഞ്ഞു, ഇവൻ നേരെ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ 2 വാഴത്തൈ വെക്കായിരുന്നു, അത് അവിടെ ഇട്ടിട്ട് ഒറ്റ വരവാകട്. ഇന്ന് രാത്രി നമുക്ക് അടിച്ചു പൊളിക്കണം ഇവിടെ. കഷ്ടപ്പാടൊക്കെ മാറുമല്ലോ. പിന്നെ ഈ ടിക്കറ്റ് ഇങ്ങനെ സൂക്ഷിച്ച് കയ്യിൽ വെക്കരുത്, ബാങ്ക് കൊണ്ട് നമ്മൾ ഇടണം. എന്നോന്ന് അമ്മാവാ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. നമ്മള് ലക്ഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളല്ലേ. മതി മതി, എന്തായാലും ഇവനെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല, അങ്ങടും ഉണ്ടാവില്ല. അളിയനും ഇപ്പൊ സുക്രദശ. ഏട്ടൻ ഇന്നലെ രാത്രിയും കൂടെ പറഞ്ഞതേ ഉള്ളു, ഈ ചെറിയ ജോലി കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയ കടയോ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന്. അപ്പൊ ഇതിന്ന് കുറച്ച് പൈസ കിട്ടിയാ കട തുടങ്ങാല്ലോ ഏട്ടാ. ശരിയാ, ഒരു ചെറിയ ഫാൻസി കട തുടങ്ങാറുതല്ലേ? അങ്ങനെ തുടങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അങ്ങനെയോടെ വരുമാനമാവുമല്ലോ. പിന്നെ വരുമാനമാവും. പക്ഷെ അമ്മാവ് ഇരിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇനി നിങ്ങളുടെ എല്ലാ ബിസിനസ്സിനും ഇറങ്ങി പുറപ്പെടല്ലേ? കാരണം എനിക്കിരിക്കാൻ പറ്റില്ല, ജോലിയുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 4-5 ലക്ഷം റുപ്യ കൊടുത്ത് സഹായിക്കും. കടമായിട്ട് തന്നാ മതി. ഒരു ചെറിയ ഒരു വരവ് കൂടെ ആവുമല്ലോ. അപ്പൊ നമ്മളൊരു കട തുടങ്ങി അത് വരുന്നതനുസരിച്ച് ഞാൻ തന്നോളാം തിരിച്ച്. കൊള്ളാം. എൻ്റെ അളിയാ, നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? ഒരുത്തൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൻ ഇവിടെ ഇട്ട് ചവിട്ടി ചതച്ചരച്ച് ചാപ്പിളിയാക്കി അവൻ്റെ നക്ഷത്രക്കാലം ഇവിടെ കിടന്നിട്ട് അവനൊരു സൗഭാഗ്യം വന്നപ്പോൾ അത് അവന് കൊടുക്കണമെന്നല്ല, ഞങ്ങൾക്ക് നന്നാവണം, ഞങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണം, ഞങ്ങൾക്ക് അവിടെ അത് കട വേണം, ഫാൻസി വേണം. എങ്ങനെയാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ വന്ന്? കഷ്ടമാണ് കേട്ടോ അമ്മാവത്. അല്ലടാ, ഇത്രയും വലിയൊരു തുകയെന്ന് 4-5 ലക്ഷം റുപ്യല്ലേ ചോദിച്ചുള്ളൂ. 4-5 ലക്ഷം എന്ന് പറയണത് അത് ലക്ഷമാണ്. തങ്കം, ഇവിടെ നിന്ന് മാറേണ്ടി വരും കേട്ടോ. എനിക്ക് ഇപ്പം തന്നെ ഇത് നേരത്തെ താല്പര്യമില്ല ഇവിടെ ഇങ്ങനെ കൂട്ടത്തോടെ കിടക്കണത്. എന്ന് ശരിയാവില്ല. എത്ര കാലം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂട്ടത്തിൽ കിടക്കും? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമ്മളെന്തിനു മാറണം? ഒരു കാര്യം ചെയ്യും, നിനക്ക് പൈസയ്ക്ക് എന്താ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ടല്ലോ, അമ്മാവനും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ന്യായമായിട്ടൊരു വില പറ, ഞാനത് വിലയ്ക്ക് എടുത്തോളാം. എന്നിട്ട് നിങ്ങൾ ഈ വീട്, എന്നിട്ട് നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ സൗകര്യം പോലെ ഒരു കടയൊക്കെ ഉള്ളതെങ്കിലും ഒരു കൊച്ചു വീട് നോക്കിയിട്ട് ഒറ്റയ്ക്കോ വിലയ്ക്കോ വാടകയ്ക്കോ അങ്ങനെ വെച്ചാൽ അങ്ങോട്ടങ്ങ് മാറിക്കോ. ബിസിനസ് ചെയ്യാലോ, അമ്മാവനെ അവിടെ ഇരുത്താലോ. നീ എന്തായി പറയുന്നത്? മലയാളം എന്ത്? എന്നോട് ആര് പറഞ്ഞ പൈസ വയ്ക്കാൻ? ഞാൻ പറഞ്ഞെടുത്ത് അതിന് ക്ലീറ്റോ ചേട്ടൻ നല്ലല്ലോ ലോട്ടറി അടിച്ചത്, നാത്തൂനല്ലേ? ഏട്ടന്റെ പേര് കാശുള്ളപ്പോ നാത്തൂന് കൊണ്ട് കൊടുക്കുമല്ലോ. അപ്പൊ നാത്തൂന് കുറച്ച് കാശ് കിട്ടുമ്പോ ഏട്ടനും തരണ്ടേ? ഞാൻ കൊടുക്കുന്ന എന്റെ ഇഷ്ടം. അവള് തരണ വേണമെന്ന് തീരുമാനിക്കുന്ന അവളാണ്, ഞാനല്ല. ഇങ്ങോട്ട് വരാൻ നീ കഴിഞ്ഞേ, നീ എടുക്കടി. നൂത്ത് പിടിച്ച കൈ കയ്യിൽ അപ്പുറത്തെ കൈ നൂത്ത് പിടിച്ച നൂത്ത് പിടിക്കടി അങ്ങോട്ട് കൈ. ഇങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞ അങ്ങോട്ട് തിരിയേ. ആ കൈ നൂത്ത് വെക്കേ. കറക്റ്റ്. ഓ, ഇച്ചിരി പ്രശ്നം വരും. ഞാൻ കാർപോർട്ട് ഇവിടെ ആക്കാന്നുള്ള പരിപാടിയാണിത്. മേടിച്ചു കഴിഞ്ഞാലേ ഒരു പഴയ ബെൻസ് അവിടെ എടുത്ത് നോക്കിയിട്ടേ, എൻ്റെ വർഷക്കാലത്ത് ആഗ്രഹമാണ് ഒരു ബെൻസ് ഇവിടെ കൊണ്ടിടണം. തീരുമാനം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പറയണം. എന്ത് തീരുമാനം? അതിനിടയ്ക്ക് അതും പറഞ്ഞ അളിയാ. എൻ്റെ അളിയാ, ഈ വീടിന്റെ കാര്യം. ഈ വീട് കൊടുക്കണോ വേണ്ട ഞാനാ തീരുമാനിക്കുന്നത്. നീ തീരുമാനിച്ച് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. 4 ചക്കര എവിടെന്നെങ്കിലും കിട്ടുന്നവര് എൻ്റെ അടുത്ത് ആളാവുമല്ലോ നീ. ഷടാ അസൂയ അസൂയ. എടീ തങ്കം, ഇത് അസൂയാണ്, വേറൊന്നുമല്ല. നീ വാ നീ ഇത്തിരി കരയണത്. ഞാൻ ഓർണം തന്നുണ്ടല്ലോ, ചുമ്മാ കരയല്ലേ, സന്തോഷ കണ്ണീരാണ്, എനിക്കറിയാം. അമ്മാവാ, വൈകുന്നേരം പാർട്ടിയുണ്ട്. അളിയാ എങ്ങും പോകരുത്, ഇവിടെ കാണണം കേട്ടോ.
അയ്യോ ഒന്ന് ചിരിക്കടി, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, വാ അങ്ങോട്ട്. വാ 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 സന്തോഷമായി. വേണ്ട, നമ്മുടെ കുടുംബത്തിൽ ഭാഗ്യം കൊണ്ടുവന്ന ഭാഗ്യദേവൻ. ഞാൻ പറഞ്ഞില്ലേ ക്ലീറ്റസേ, എന്റെ കയ്യിൽ നിന്ന് ചേച്ചി ടിക്കറ്റ് എടുത്താൽ അടിക്കുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞതാ. അടിച്ചില്ലേ 10,000 രൂപ. നീ പത്രം കേട് 60 ലക്ഷം രൂപയാണ് അടിച്ചേക്കണത്. ഒന്നാം സമ്മാനം 60 ലക്ഷം രൂപ. എന്റെ ക്ലീറ്റസ് നമ്പർ നോക്ക് കറക്റ്റ് ആയിട്ട്. നമ്പർ ഞങ്ങൾ നോക്കിയത് തന്നെ. നീ എവിടെ നോക്കിട്ട് നീ എന്ത് നീ തന്ന ടിക്കറ്റിന് നിനക്കറിഞ്ഞൂടെ സമ്മാനം? അളിയാ അടിച്ചളിയാ അതാണ്ടാ. നോക്ക് നോക്ക് നോക്ക്. SW 29 72. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് SW, അടിച്ചിരിക്കുന്നത് SJക്കാണ്. ഇതിനുള്ള പ്രോത്സാഹന സമ്മാനമാണ് ഈ ടിക്കറ്റിനുള്ള 10,000 രൂപ. അത് ചേച്ചിക്ക്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ഫസ്റ്റ് പ്രൈസ് മറ്റേ ജുവലറിക്കാരൻ അടിച്ചു. അളിയാ, ഞാൻ എന്റെ തീരുമാനം ഉറപ്പിച്ചു. ഈ വീട് കൊടുക്കാൻ പോവാ. താല്പര്യമുണ്ടോ?